ഹായ് വെൽക്കം ടു ന്യൂ വീഡിയോ. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം സ്ലോ ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അടുത്ത സുഹൃത്തിനെ വിളിക്കുമ്പോൾ ഡയലർ ആപ്പ് ഓപ്പൺ ചെയ്യുന്നപ്പോൾ പോലും നിങ്ങൾക്ക് വളരെയധികം സ്ലോ ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മുടെ മൊബൈലിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചില തെറ്റുകൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഫോൺ ഹാങ് ആവാനും സ്ലോ വർക്ക് ആവാനൊക്കെ കാരണം. നമ്മുടെ മൊബൈലിന്റെ റാമിന്റെ സൈസ് അല്ലെങ്കിൽ എത്ര GB ആയിക്കോട്ടെ, അത് വേറെ. പക്ഷേ നമ്മൾ മൊബൈലിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ഒരു വ്യക്തത വരുത്തിയാൽ നമ്മുടെ മൊബൈലിന്റെ പെർഫോമൻസ് ഒന്നുകൂടെ മെച്ചപ്പെട്ടതാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മൊബൈലിന്റെ സ്റ്റോറേജ് അത് ആദ്യം ചെക്ക് ചെയ്യുക. മൊബൈലിന്റെ മെമ്മറിയുടെ എത്ര ശതമാനം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ്. നമ്മൾ മൊബൈലിൽ ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കുന്ന ആളുകളാണ്. നമ്മൾ എടുക്കുന്ന എല്ലാ ഫോട്ടോസും ബെറ്റർ ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മൾ ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോവുക അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പോയപ്പോൾ എടുത്ത ഫോട്ടോ, ആ ഫോട്ടോയിൽ നല്ലത് ഏതെന്ന് മാത്രം നോക്കിയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അല്ലാത്ത ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്താലും റീസൈക്കിൾ ബിന്നിൽ ഉണ്ടായിരിക്കും. ആ റീസൈക്കിൾ ബിന്നിൽ നിന്ന് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയണം. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ വരുന്ന കോളുകൾ, ചില ഫോണിലൊക്കെ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിങ്സ് ഉണ്ടായിരിക്കും. ഈ റെക്കോർഡിങ്സ് ഒരുപാട്, അതായത് നമ്മൾ ഉണ്ടായിരിക്കാം. എല്ലാ കോളും നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഏതെങ്കിലും ഉടായ്പ കേസെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയുള്ളൂ. പക്ഷേ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കുകയില്ല. കാരണം 8,000 10,000 റെക്കോർഡിങ്സ് ഒരു മാസത്തേക്ക് ഉണ്ടായിരിക്കും. ആവശ്യമില്ലാത്ത കോൾ റെക്കോർഡിങ്സ് ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. അതിന് കൂടെ തന്നെ നമ്മൾ വൺ ടൈം യൂസിന് വേണ്ടി മാത്രം ഇൻസ്റ്റാൾ ചെയ്ത ചില ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. ആ ആപ്ലിക്കേഷൻസ് ആവശ്യമില്ലെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എപ്പോഴും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് കളയാം. ഫോൺ വാങ്ങുന്നതിന്റെ കൂടെ തന്നെ ഒരുപാട് ബ്ലോട്ട് വേഴ്സും കൂടെ നമുക്ക് കിട്ടും. നമ്മൾ ആവശ്യമില്ലാതെ കിടക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തതുണ്ടായിരിക്കും. പകരം അതിൽ ഡിസേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ഫോണിന്റെ സോഫ്റ്റ്വെയർ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് നിലനിർത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതാത് സമയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മൊബൈലിൽ ഓരോന്നിനും ആനിമേഷൻസ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ബാക്ക് അടിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഓരോ ആപ്ലിക്കേഷൻ ഓൺ ആക്കുന്ന സമയത്തും എല്ലാത്തിനും ഓരോ ആനിമേഷൻസ് ഉണ്ടായിരിക്കും. ഈ ആനിമേഷൻസ് നമ്മൾ ഒഴിവാക്കുക, അതായത് ഓഫ് ചെയ്ത് വെക്കുക. അത് നമ്മുടെ ഡെവലപ്പർ ഓപ്ഷനിൽ പോയിട്ട് അത് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ആ ഡെവലപ്പർ ഓപ്ഷനിൽ പോയിട്ട് എങ്ങനെ നമ്മുടെ ആനിമേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എങ്ങനെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ നോക്കാം. ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ചില മൊബൈലുകളിൽ ആനിമേഷൻസ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് സാംസങ് മൊബൈലിലാണ്. ഉള്ള മൊബൈലിൽ കൂടുതലും ആനിമേഷൻസ് ഓഫ് ചെയ്യാൻ സ്പെഷ്യൽ ഓപ്ഷൻ തന്നെ സെറ്റിംഗ്സിൽ കാണിക്കുന്നുണ്ട്. അത് ഇല്ലാത്ത മൊബൈലിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിന് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മുടെ സെറ്റിംഗ്സിൽ ഏറ്റവും താഴെയായിട്ട് എബൌട്ട് ഫോൺ എന്ന് കാണാം. ഈ എബൌട്ട് ഫോൺ ക്ലിക്ക് ചെയ്യാം. അതിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരുന്ന സമയത്ത് കണ്ടല്ലോ ബിൽഡ് നമ്പർ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 or 6 തവണ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഡെവലപ്പർ മോഡ് ഹാസ് ബീൻ എനേബിൾഡ് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ശേഷം ബാക്ക് അടിക്കാം. 2 തവണ ബാക്ക് അടിച്ചതിന് ശേഷം താഴെയായിട്ട് കണ്ടല്ലോ, ഇപ്പോൾ സെറ്റിംഗ്സിന്റെ ഏറ്റവും താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ആനിമേഷൻസ്. ഇപ്പം എൻ്റെ ആനിമേഷൻസ് ഒക്കെ ഓഫാണ്. വിൻഡോ ആനിമേഷൻ സ്കെയിൽ, അതുപോലെ ട്രാൻസിഷൻ ആനിമേഷൻ, ആനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ, ഇങ്ങനെ ഓരോരോ സെറ്റിംഗ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ആനിമേഷന്റെ ടൈം 0.5x, അതുപോലെ 1x, 1.5x അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ആനിമേഷൻ ഓഫാണ്. ഇതിന് മുകളിൽ ട്രാൻസിഷൻ ആനിമേഷൻ ഉണ്ട്, അതും ഓഫാണ്. വിൻഡോ അതും എല്ലാം ഇതിലിപ്പോൾ ഓഫാണ്. അത് നമ്മുടെ മൊബൈലെല്ലാം ഇത് അറ്റ്ലീസ്റ്റ് 0.5 1x ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം. ഓഫ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ മൊബൈൽ വർക്കാവും. ഇങ്ങനെയാണ് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് നമ്മുടെ ആനിമേഷൻസ് ഓഫ് ചെയ്ത് വെക്കുന്ന ഒരു രീതി. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉപകാരപ്രദമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്.